കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്നതും ഭവാൻ. ഇത് പതിവില്ലാതൊരു നാമജപം. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചു, അപ്പൊ കാര്യം മനസ്സിലാവും. കേട്ടു നോക്ക്. ചേടാ എന്തുവാണ് കാര്യം മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല? ഇല്ല, 3-4 ദിവസം കൊണ്ട് ഞാൻ സഹിക്കുക, പറയുന്ന ഒരു കാര്യം കേൾക്കുന്നില്ല. ഇങ്ങനാണെങ്കിലേ തോളി ചാക്കുകെട്ടും കയറ്റി വെച്ച് ഇവിടെ ഇരുത്തുവെന്നാ ഞാൻ പറഞ്ഞത്. ഹലോ, സേതു ചേട്ടനല്ലയോ? അതെ, എന്താ മോളെ? ചേട്ടാ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. അയ്യോ അതിനെന്താ, പറഞ്ഞോ. അതെ, ഏട്ടനെ ഒരു സ്ഥലത്ത് വരെ കൊണ്ടുപോയിട്ടെ കൊണ്ടുവരാവോ? ആരെ? സതീഷിനെയോ? അതിനെന്താ, ഞാൻ വരാം. എവിടാ, ഹോസ്പിറ്റലിൽ വല്ലോ ആണോ? അല്ല, ബാറില്. ബാറിലോ? അയ്യോ ഞാനെങ്ങനാ? അല്ല, സേതു ചേട്ടൻ കൂടെ ഒന്ന് പോയാ മതി. ഏട്ടൻ പോയി കഴിച്ചിട്ട് വരും, ഒരു കൂട്ട് പോയാ മതി. പറ്റില്ലെന്ന് പറയല്ലേ പ്ലീസ്. അയ്യോ അത് പിന്നെ അത്യാവശ്യമാണോ? എന്നാ ഞാൻ വരാം. വലിയ ഉപകാരം, ചേട്ടന് പുണ്യം കിട്ടും. താങ്ക്സ്. പെട്ടെന്ന് വരണേ. ഓ ഭാഗ്യവാനെ, ഭർത്താവിന് ബാറിൽ പോവാൻ ഭാര്യ സപ്പോർട്ട്. ഓ ഇതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. പോയി കഴിച്ചിട്ട് വാ, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. വേണ്ട, എനിക്കൊന്ന് കഴിക്കണ്ട. മര്യാദക്ക് പോയി കള്ളു കുടിച്ചിട്ട് വന്നാണോ, ഇല്ലെങ്കിലുണ്ടല്ലോ ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കും. ഈശ്വര രക്ഷിക്കണേ, കള്ളു കുടിക്കാനൊക്കെ ഓഫായി പോണേ. വേണ്ട, 300 രൂപ ഞാൻ ജിപേ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പോയി കുടിച്ചിട്ട് വാ. പെങ്ങളെ കിട്ടിയ സീതന സേതു ചേട്ടൻ പോയോ? അവൻ അവിടെ കൊണ്ടുവിട്ടിട്ട് ഓടി രക്ഷപ്പെട്ട്. ഹോയ് ഹോയ്. എന്നാ വാ, കേറിയിരിക്കെ. ഹോയ് ഹോയ്, കേറി. ഹോയ് ഹോയ്, ഇരുന്നല്ലോ. ഹോയ് ഹോയ്. ക്രിസ്മസ് ഒക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. എന്നാ സത്യം പറയണം, ആ കല്യാണ സ്ഥലത്ത് വെച്ച് കണ്ട പെണ്ണ് നിങ്ങളുടെ നമ്പർ മേടിച്ചില്ലായിരുന്നു? പിന്നെ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. പിന്നെന്തിനാ നേരത്തെ കള്ളം പറഞ്ഞത്? എന്നിട്ട് എന്ത് പറഞ്ഞു? തത്ത പറയുന്ന പോലെ പറഞ്ഞോളാം. താത്തയല്ല, തത്ത. ഞാൻ എല്ലാം പറയാം, സത്യം സത്യമായി പറയുന്നവരാണ് ഈ രാജാക്കം. ഞാൻ എല്ലാം തുറന്നു പറയാം. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പോ വെള്ളം. എന്നിട്ട് എന്ത് സംഭവിച്ചു? ബാക്കി നടന്ന കാര്യം പറ. നമ്മുടെയോ നിങ്ങളുടെയോ? ആരുടെ കാര്യമാന്ന് കറക്റ്റായിട്ട് പറ. ഉരുണ്ട് കളിക്കരുത്. വള്ളം തുഴഞ്ഞു പോയത് വരെ ഓക്കെ, പിന്നെ എന്ത് സംഭവിച്ചു? അവിടെ അച്ഛനോ ആങ്ങളമാരോ അവിടെ വെച്ച് കണ്ടോ? ഇല്ല. ഇതാ പ്രശ്നം. പകുതി കാര്യങ്ങൾ പറയും, ബാക്കി പകുതി ഗണിച്ചെടുക്കണം. കള്ളു കുടിച്ചാ ബാക്കി പറയും. 300 രൂപ പോയി കുടിച്ചിട്ട് ബാക്കി പറയും. ഈശ്വര, ഇന്നും ഞാൻ കഴിക്കണോ? മേലിനിങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ അയവിറക്കുന്ന പാട്ട് പാടി കണ്ടുപോകും. നമ്മുടെ കല്യാണ വീഡിയോയിൽ ഏതെല്ലാം നല്ല പാട്ടുകളുണ്ട്, അത് പാടി നടക്കണം. പണ്ടത്തെ പാട്ടും പാടി നടക്കും. എന്താ? ഒന്നുമില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്.
മാസം മൊത്തം കുഴപ്പമാണ്. നാളെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? എന്താ വേണം? നമുക്ക് കുറി ഇട്ട് നോക്കാം. എന്താ പറയുന്നത്? ഞാൻ റെഡി. പുട്ടും കടലയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. അപ്പോ മുട്ടക്കറി ആണെങ്കിലോ ഞാൻ ഉണ്ടാക്കാം. ഉറപ്പാണോ? വാക്ക് മാറ്റരുത്. കുറിപ്പിന്റെ ഉറപ്പ് ഞാൻ തന്നെ എഴുതി. അല്ല, ഉറപ്പായിട്ട് ഉണ്ടാക്കിയിരിക്കുമെന്ന് പറഞ്ഞത്. വെയിറ്റ് ചെയ്, നമുക്കേ കുറിയിടാം. ഞാൻ എഴുതിക്കൊണ്ട് വരാം. എന്നാ എടുക്ക്, എന്നിട്ട് വായിക്കും. ഇത് കുലിക്കാന്നോ? എടുക്ക്. ദോശയും സാമ്പാറും ചൂട് ചായയും. ഇതെവിടെ നിന്ന്? ഇത് ശരിയല്ല കേട്ടോ. അതെ, ഞാൻ എഴുതിയിട്ടതാ. ആരാന്ന് വെച്ചാ പോയി റെഡിയാക്ക, എന്നെ കൊണ്ടുപോയി. പെട്ടെന്ന് വേണം ആരായാലും. എന്നെ കൊണ്ടുപോയി.